നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. യുദ്ധം അതിന്റെ ഏറ്റവും കഠിനമായ അവസ്ഥയിൽ വന്നു നിൽക്കുന്ന സമയത്തായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന് അടിയന്തര ശസ്ത്രക്രിയ വേണമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. അദ്ദേഹത്തിന് പ്രോസ്റ്റേറ്റ് ഓപ്പറേഷൻ ആയിരുന്നു ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കിയെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ജെറുസലേമിലെ ഹഡാസ മെഡിക്കൽ സെന്ററിൽ നടത്തിയ വിജയകരമായ പ്രോസ്റ്റേറ്റ് നീക്കം ശസ്ത്രക്രിയയ്ക്ക് ശേഷം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുഖം പ്രാപിച്ചുവെന്ന് മെഡിക്കൽ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. തീവ്രപരിചരണത്തിൽ നിന്നും പ്രത്യേകം തയ്യാറാക്കിയ ഭൂഗർഭ ബങ്കർ വാർഡിലേക്ക് അദ്ദേഹത്തെ മാറ്റിയതായി അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുകയാണ്. പലപ്പോഴും അദ്ദേഹത്തിന്റെ വസതിക്ക് തൊട്ടടുത്ത് വരെ ആക്രമണം ഉണ്ടായ സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിലവിലെ സാഹചര്യം കണക്കാക്കി ഭൂഗർഭ ബങ്കറിൽ തന്നെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും അതുപോലെ തന്നെ ആരോഗ്യ മെഡിക്കൽ ടീം അടക്കം വലിയ രീതിയിലുള്ള സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നത്. സങ്കീർണതകളില്ലാതെ ശസ്ത്രക്രിയ വിജയകരമായി അവസാനിച്ചെന്നാണ് PMO പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രി ഉണർന്നു, നല്ല നിലയിലാണ്, പൂർണ്ണമായും ബോധവാന്മാരാണ്. ആശുപത്രി കിടക്കയിൽ നിന്നും യുദ്ധമേഖലയിലെ മേധാവികളുമായി സംസാരിച്ചുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. റിക്കവറി വാർഡിൽ അദ്ദേഹം ദിവസങ്ങളോളം നിരീക്ഷണത്തിൽ കഴിയേണ്ടി വരുമെന്നും പ്രതീക്ഷിക്കുന്നു. വലിയ സുരക്ഷയാണ് അദ്ദേഹത്തിന്റെ ആശുപത്രിക്ക് ചുറ്റുമായിട്ടും അതുപോലെ അദ്ദേഹത്തിനെ മാറ്റിയിട്ടുള്ള രഹസ്യ കേന്ദ്രത്തിന് ചുറ്റുമായിട്ടും ഇപ്പോൾ ഉള്ളത്. നടപടിക്രമത്തിനായി പ്രധാനമന്ത്രി പൂർണ്ണ അനസ്തേഷ്യയിലായിരുന്നു. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വളർച്ചയെ തുടർന്ന് മൂത്രനാളിയിൽ അണുബാധയുണ്ടെന്ന് ഡോക്ടർമാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഓപ്പറേഷൻ നടത്തിയത്. യുദ്ധസമയത്ത് റോക്കറ്റ് അല്ലെങ്കിൽ മിസൈൽ ആക്രമണം നേരിടേണ്ടി വരുമെന്ന ഭയത്തിനിടയിലാണ് റിക്കവറി വാർഡിൽ അദ്ദേഹത്തെ ദിവസങ്ങളോളം നിരീക്ഷണത്തിൽ കഴിയേണ്ടി വരുമെന്ന് ഡോക്ടർമാരുടെ സംഘം വിലയിരുത്തിയിരിക്കുന്നത്. നടപടിക്രമത്തിനായി പ്രധാനമന്ത്രി പൂർണ്ണ അനസ്തേഷ്യയിലായിരുന്നു എന്നും ഒരു വീഡിയോ പ്രസ്താവനയിൽ ഹഡാസ മെഡിക്കൽ സെന്റർ സംഘം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇത് ക്യാൻസറോ മറ്റൊന്നും അത്തരത്തിലൊരു സംശയവും വേണ്ട എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. പ്രതീക്ഷിച്ചതുപോലെ 2 മണിക്കൂറോളം നീണ്ടുനിന്ന നെതന്യാഹുവിന്റെ ഓപ്പറേഷൻ നടത്തിയ സർജന്മാരുടെ സംഘത്തിനും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിൽ നന്ദി പറഞ്ഞിട്ടുണ്ട്. ഹഡാഷ മെഡിക്കൽ സെന്ററിലെ സീനിയർ യൂറോളജിസ്റ്റ് എഹൂദ് ഗൻസിൻ, ഐൻ കെറമിന്റെ എൻഡോളജി യൂണിറ്റ് മേധാവി പ്രൊഫസർ മോർദേച്ചായ് ദുവ്ദേനി എന്നിവരുൾപ്പെടെയുള്ള ഒരു വിദഗ്ധ സംഘമാണ് ശസ്ത്രക്രിയ നടത്തിയിരിക്കുന്നത്. നടപടിക്രമത്തിനിടെ നീതിന്യായ മന്ത്രി യാരിവ് ലെവിനും താൽക്കാലികമായി ആക്ടിംഗ് പ്രീമിയറായി നിയമിക്കുമെന്നും ആവശ്യമെങ്കിൽ സുരക്ഷാ ക്യാബിനറ്റ് വിളിക്കാൻ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന് അധികാരമുണ്ടെന്നും ഹീബ്രു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അദ്ദേഹം ഓപ്പറേഷന് പോകുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ ഭരണമാറ്റം ആർക്കും നൽകുന്നില്ല എന്നും പറഞ്ഞിരുന്നു. സമീപ വർഷങ്ങളിൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട നെതന്യാഹു ആരോഗ്യവാനും ഊർജ്ജസ്വലനുമായ ഒരു നേതാവെന്ന നിലയിൽ സ്വയം ഒരു പൊതു പ്രതിച്ഛായ ഉയർത്താൻ വളരെയധികം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാസം വിചാരണയ്ക്കിടെ 18 മണിക്കൂർ ജോലി ചെയ്യുന്നതിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചിരുന്നു. എന്നാൽ ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ കാലം സേവിച്ച നേതാവെന്ന നിലയിൽ മൊത്തം 17 വർഷത്തെ ഭരണത്തിൽ ഇത്രയും കഠിനമായ ജോലിഭാരം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെയും ബാധിച്ചേക്കാം. 75 വയസ്സുള്ള നെതന്യാഹു, US പ്രസിഡന്റ് ജോ ബൈഡൻ 82, നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 78, ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡ സിൽവ 79, പോപ്പ് ഫ്രാൻസിസ് 88 എന്നിവരുൾപ്പെടെ പ്രായമായ ലോക നേതാക്കളിൽ ഉൾപ്പെടുന്നവരാണ്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. മയോ ക്ലിനിക് വെബ്സൈറ്റ് അനുസരിച്ച് പ്രോസ്റ്റാക്ടെക്ടമിക്കിന് വിധേയരായ രോഗികൾ സാധാരണയായി 1-2 ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രി വിടുന്നു. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം 7 മുതൽ 10 ദിവസത്തേക്ക് നിരീക്ഷണത്തിൽ തുടരുന്നതിന് ശേഷമേ ഡിസ്ചാർജ് ചെയ്യും. കൂടാതെ രോഗികൾ ഏകദേശം 4 മുതൽ 6 ആഴ്ചയ്ക്കുള്ളിൽ സാധാരണ ദിനചര്യയിലേക്ക് മടങ്ങാൻ കഴിയുമെന്നും പറയുന്നു. മാർച്ചിൽ ഹെർണിയയ്ക്ക് ശസ്ത്രക്രിയ നടത്താൻ പ്രധാനമന്ത്രിയെ പൂർണ്ണ അനസ്തേഷ്യയ്ക്കും വിധേയനാക്കിയിരുന്നു. അതേ മാസം പനി ബാധിച്ചും അദ്ദേഹത്തിന് നിരവധി ദിവസത്തെ ജോലി നഷ്ടമായിരുന്നു. കഴിഞ്ഞ വർഷം നെതന്യാഹുവിന് ഹാർട്ട് ബ്ലോക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്നും പേസ് മേക്കർ സ്ഥാപിക്കാനും ശസ്ത്രക്രിയ നടത്തിയിരുന്നു. നിർജ്ജലീകരണമാണെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ശസ്ത്രക്രിയ നടന്നത്. പ്രധാനമന്ത്രിക്ക് വർഷങ്ങളായി ഹൃദയചാലക പ്രശ്നങ്ങൾ ഉണ്ടെന്നും ഡോക്ടർമാർ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളതിനെ ഓർത്ത് ശത്രുക്കൾ കൂടുതൽ ആയുധങ്ങൾ ശേഖരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണത്തിന്റെ ഭീതിയിൽ നിരന്തരം ജീവിക്കുന്ന ഇറാൻ ഇപ്പോൾ യുദ്ധവിമാനങ്ങളുടെ പുതിയ യൂണിറ്റ് സൃഷ്ടിക്കുന്നു. ഇറാൻ വ്യോമസേനയ്ക്ക് അടുത്തിടെ റഷ്യയിൽ നിന്ന് സുഖോയ് 35 യുദ്ധവിമാനങ്ങളുടെ ആദ്യ ബാച്ച് ലഭിച്ചു. പാകിസ്ഥാനും ചൈനയും സംയുക്തമായി നിർമ്മിച്ച JF-17 തണ്ടർ യുദ്ധവിമാനങ്ങൾ ഇറാന് വാങ്ങാമെന്നും അറബ് മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ച നടക്കുന്നുണ്ട്. കരാർ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഇറാൻ വ്യോമസേന മേധാവി അടുത്തിടെ പാകിസ്ഥാനെ നിർദ്ദേശിച്ചിരുന്നു. നേരത്തെ അസർബൈജാനും പാകിസ്ഥാനിൽ നിന്ന് JF-17 യുദ്ധവിമാനങ്ങൾ വാങ്ങിയിരുന്നു.
അതേസമയം പാകിസ്ഥാനിൽ നിന്ന് JF-17 യുദ്ധവിമാനങ്ങൾ വാങ്ങിയതിൽ മ്യാൻമാർ വ്യോമസേന ഖേദം പ്രകടിപ്പിക്കുന്നു. ഈ വിമാനങ്ങൾ വാങ്ങിയത് മുതൽ നിഷ്ക്രിയമായി നിൽക്കുകയാണ്. ഇറാൻ വ്യോമസേന കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ ഹമീദ് വാഹിദി അടുത്തിടെ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സംഘവും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഈ സന്ദർശന വേളയിൽ സിന്ധു ഷീൽഡ് 2024 എയർ അഭ്യാസത്തിനും വാഹിദി സാക്ഷിയായി. പാകിസ്ഥാൻ വ്യോമസേന മേധാവിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. JF-17 യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കുക എന്നതായിരുന്നു ഇറാൻ വ്യോമസേന മേധാവിയുടെ ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്നും അറബ് രാജ്യങ്ങൾ അവകാശപ്പെടുന്നു. ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാനാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. തികച്ചും ആധുനികമെന്ന് അവകാശപ്പെടുന്ന JF-17 ബ്ലോക്ക് 3യിലാണ് ഇറാൻ ഉറ്റുനോക്കുന്നത്. പാകിസ്ഥാന് നൽകിയ J-10C യുദ്ധവിമാനം ചൈനയ്ക്ക് നൽകണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടെങ്കിലും പണത്തിന്റെ പേരിൽ കുടുങ്ങി. വിമാനങ്ങൾക്കായി ഇറാൻ പണം നൽകണമെന്ന് ചൈന ആഗ്രഹിച്ചു. എന്നാൽ ഈ വിമാനങ്ങൾക്ക് പകരമായി എണ്ണ വിൽക്കാനായിരുന്നു ടെഹ്റാൻ തീരുമാനിച്ചത്. ഇസ്രായേലുമായുള്ള പിരിമുറുക്കം മുതൽ ഇറാൻ അതിന്റെ ഏറ്റവും വലിയ ബലഹീനതയായ വ്യോമസേനയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. പല പാശ്ചാത്യ രാജ്യങ്ങളും ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ അവർക്ക് കഴിയുന്നില്ല.